ഇന്നത്തെ റെസിപ്പി നെയ്യടയാണ്. നമ്മൾ സാധാരണ രീതിയിൽ മുട്ടയും മൈദയും ചേർത്തിട്ടാണ് നെയ്യട തയ്യാറാക്കുക. എന്നാൽ ഇതൊരു വ്യത്യസ്തമായ നെയ്യടയാണ്. പഴം ചേർത്തിട്ടാണ് ഞാനിവിടെ നെയ്യട തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ നെയ്യടയെ അപേക്ഷിച്ചിട്ട് നല്ല ടേസ്റ്റാണിത്. അപ്പം ഈ ഒരു നെയ്യട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ഈ ഒരു നെയ്യട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാം. ഇനി ഈ ഒരു പഴം നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു നെയ്യിലേക്ക് പഴം ഇട്ട് പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഴം ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർത്ത് വഴറ്റുന്ന സമയത്ത് പഴം നന്നായിട്ട് അടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിവിടെ പഴം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. ആദ്യം മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പാല് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മൈദക്ക് 1 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ നമ്മുടെ ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യടക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 4 മുട്ട നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ 4 മുട്ടയും ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ഏലക്ക ഇടുന്ന സമയത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നെയ്യട തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ നെയ്യട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ നെയ്യട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായ പാൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒഴിക്കുന്ന ഈ ഒരു ലെയർ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യായി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുക. ആദ്യം മുട്ട കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു പഴവും മുട്ടയും ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. പെട്ടെന്ന് ഇത് വെന്ത് വരും. നമ്മൾ ഓരോ ലെയർ ഒഴിക്കുന്ന സമയത്തും ഇത് അടച്ച് വെക്കണം. ഇപ്പം നമ്മുടെ പഴവും മുട്ടയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് വീണ്ടും അടച്ച് വെക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മൈദയുടെ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് മാത്രം നെയ്യ് ചേർത്താൽ മതി. മുട്ടയും പഴം ചേർക്കുന്ന സമയത്ത് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി പഴത്തിൽ നെയ്യ് ചേർത്തിട്ടാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മുട്ട ഒഴിക്കുന്ന സമയത്ത് നെയ്യ് ചേർക്കേണ്ട. മൈദ ഒഴിക്കുന്ന സമയത്ത് മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മേലത്തെ ലെയർ പഴത്തിൻ്റെയും മുട്ടൻ്റെയും ലെയറാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ നെയ്യട ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അടിഭാഗമൊന്നും ഒട്ടും തന്നെ കരിയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അടിഭാഗമൊന്നും ഒട്ടും തന്നെ കരിയാതെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം തീർച്ചയായും നിങ്ങൾ ഈ ഒരു പഴം ചേർത്ത നെയ്യട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നെയ്യടനെ അപേക്ഷിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.